ആറ്റുകാലിൽ നിവേദ്യം പൂർത്തിയാകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ ഇന്ന് രാത്രി 7 മണിവരെ ക്ഷേത്രദർശനം ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചന്ദ്രഗ്രഹണമായതുകൊണ്ടാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:10 മുതൽ രാത്രി 7 മണിവരെ ക്ഷേത്രദർശനം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. രാത്രി 8:30 കുത്തിയോട്ട ബാലന്മാരെ ചുരൽകൂത്തും. 10:45 മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് പുറപ്പെടും. നാളെ രാത്രി 9:45 കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും. രാത്രി 12:45 നടത്തുന്ന കുരുതർപ്പണത്തോടെയാണ് ഈ വർഷത്തെ പൊങ്കാല ഉത്സവം സമാപിക്കുക. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഗമം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ദൃശ്യങ്ങൾ, അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഇന്നലെ തന്നെ 10,000-കണക്കിന് ഭക്തജനങ്ങൾ തലസ്ഥാനത്ത് എത്തിയിരുന്നു. തലസ്ഥാന നഗരം മുഴുവൻ യാഗശാലയായി. ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നതോടെയാണ് ഈ പൊങ്കാല നിവേദ്യം തയ്യാറാക്കാൻ തുടങ്ങിയത്. ഭക്തജനലക്ഷങ്ങൾ അടുപ്പുകൾ തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു. ഈ വിളംബരം വന്നതോടെ അടുപ്പുകളിലേക്ക് തീ പടർന്നു. ഇന്ന് ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും ഒക്കെ ഉണ്ടായിരുന്നു. പകർന്ന ദൈവം അടുപ്പിലേക്ക് ഭക്തജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങി. അടുപ്പുകൾ ജ്വലിച്ചു കഴിഞ്ഞു. തലസ്ഥാന നഗരം അപ്പാടെ യാഗശാലയായി മാറിക്കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണിപ്പോൾ നിവേദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വർഷ വിജയൻ നമുക്കൊപ്പം തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വർഷ, എന്തൊക്കെയാണ് നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല അതിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ഇങ്ങനെ കടക്കുകയാണ്. ഈ ചന്ദ്രഗ്രഹണ ദിവസമാണ് ഇത്തവണത്തെ പൊങ്കാല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രാവിലെ 9:45 തന്നെ പണ്ടാര അടുപ്പിൽ തീ പകർന്നു. ഇപ്പോൾ അത് ആറ്റുകാൽ പൊങ്കാല, അത് ഓരോ പൊങ്കാല കലങ്ങളിലും അതിങ്ങനെ തിളച്ചു തൂവുകയാണ്. അത് ശുഭപ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ പ്രതീകമാണ് ഈ ആറ്റുകാൽ പൊങ്കാല. അതേ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഓരോ അമ്മമാരും അവരുടെ പൊങ്കാല നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അത് ഇങ്ങനെ കടക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ നോക്കുമ്പോൾ കനത്ത ചൂടാണ്. പക്ഷേ ആ ചൂടിനെ എല്ലാം മറികടന്ന്, ആ ചൂടിനെ ഒന്നും അല്ലെങ്കിൽ നിലവിലുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഏറ്റവും ഭക്തിപൂർവം തന്നെയാണ് ഓരോ അമ്മമാരും ഈ പൊങ്കാല ദേവിക്ക് അർപ്പിക്കുന്നത്. ഇപ്പോൾ 1:30 മുതൽ തന്നെ ഈ ദർശന നിയന്ത്രണം ഉണ്ടാകും. കാരണം ചന്ദ്രഗ്രഹണ ദിവസമാണ്. അതുകൊണ്ട് 1:30 മുതൽ ദർശന നിയന്ത്രണം ഉണ്ടാകും. 1:30 മുൻപ് ദർശനം പൂർത്തിയാക്കാൻ എല്ലാ ഭക്തരും ശ്രമിക്കണം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. മാത്രമല്ല 3:10 നട അടയ്ക്കുന്നു. അതിന് ശേഷം ഈ 7 മണിവരെ 3:10 നട അടച്ച് 7 മണിവരെ ദർശനം അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താലപ്പൊലികളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു. ഈ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിസാന്ദ്രമായി തന്നെ ഈ ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഏകദേശം 4000-ലധികം പോലീസുകാരെയാണ് ഈ പൊങ്കാല ദിവസം ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. കാരണം ഭക്തജനങ്ങളുടെ സുരക്ഷ അത് വളരെ പ്രധാനമാണ്. ഈ ചൂട് കൂടിയത് കൊണ്ട് തന്നെ അനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്ക് എത്തുന്നവർ നന്നായി വെള്ളം കുടിക്കുക, നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി വെള്ളം കുടിച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. ആറ്റുകാൽ പൊങ്കാല അതിങ്ങനെ ഭക്തിസാന്ദ്രമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ അമ്മമാരുടെയും മുഖത്ത് അത് ഭക്തിയോടെ നിറകണ്ണുകളോടെയൊക്കെ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. മനസ്സിൽ പ്രാർത്ഥനയോടെ അതുപോലെ തന്നെ പ്രതീക്ഷയോടെ സങ്കടങ്ങൾ പറഞ്ഞ് ദേവിയോട് ജീവിതത്തിലെ പ്രതീക്ഷകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അമ്മയ്ക്ക് നൈവേദ്യം അർപ്പിച്ച് സന്തോഷത്തോടെ തന്നെ പ്രാർത്ഥിച്ച് പൂർണ്ണ മനസ്സോടെ തിരികെ പോവുക എന്നുള്ളതാണ് ഓരോ അമ്മമാരുടെയും ലക്ഷ്യം. ഈ സ്ത്രീ ജനങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ്. അവരെ സഹായിക്കാൻ എത്തുന്ന മറ്റാളുകൾ അങ്ങനെ ഒരു ഉത്സവ ലഹരിയിലാണ്. ഇതിപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ഇനി അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് അത് ഒരു വർഷത്തെ ആ നീണ്ട കാത്തിരിപ്പ് ഒരു പ്രതീക്ഷയുടെ തന്നെ കാത്തിരിപ്പ് എന്ന് വേണം പറയാൻ. അങ്ങനെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പൊങ്കാല എടുപ്പുകളിലും ഇങ്ങനെ ആറ്റുകാൽ പൊങ്കാലകൾ ഇങ്ങനെ തിളച്ചു തൂവുകയാണ്. ആ തിളച്ചു തൂകുന്ന പൊങ്കാലകളിൽ അത് പ്രതീക്ഷയുണ്ട്, പ്രാർത്ഥനകളുണ്ട്, വിശ്വാസമുണ്ട്, അതുപോലെ ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ
എല്ലാ പ്രതീക്ഷയോടും കൂടി ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.